ഓലപ്പിപ്പി എന്ന് പറയുന്ന സിനിമ ഇത് എനിക്ക് ഷുവറായിട്ടും പറയാൻ പറ്റും. ആരും കരയാതെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങില്ല. നമുക്ക് ലൈഫിൽ നമുക്ക് തോന്നിയിട്ടുള്ള, നമുക്ക് ഉണ്ടായിട്ടുള്ള, റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഫീലിങ്സ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്. ഇപ്പോഴത്തെ മുത്തശ്ശിമാർ ട്രെൻഡി ആവുകയാണല്ലോ. ഒരുപാട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ കാര്യങ്ങളിലേക്ക് അവരിൽ ഒരാളാവാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ദൈവാനുഗ്രഹമാണെന്ന് തന്നെ പറയാം. ഒരുപാട് ദൈവാനുഗ്രഹം സംഭവിച്ചൊരു ലൊക്കേഷനും കൂടിയായിരുന്നു എനിക്ക് പേഴ്സണലി ഓലപ്പിപ്പി. എനിക്ക് ഡയറക്ടറാണ് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു കോസ്റ്റ്യൂം സെറ്റും ഉണ്ടൊക്കെ ആയിരുന്നു. അതൊക്കെ എനിക്ക് ഇതിനകത്ത് ദേവിയിലൂടെ എനിക്ക് എൻ്റെ പല ആഗ്രഹങ്ങളും എനിക്ക് ഇതിനകത്ത് സാധിച്ചു. ഹായ് ഇന്ത്യ ഗ്ലിറ്റ്സ് വ്യൂവേഴ്സിന് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ അഞ്ജലി. ഇപ്പോൾ ഓലപ്പിപ്പി എന്ന സിനിമയുടെ റിലീസിൻ്റെ വിശേഷങ്ങളുമായിട്ട് അത് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്തിനാ ഈ നശിച്ചുപോയ കുടുംബത്തിലേക്ക് ഇപ്പോൾ വന്നത്? ഏട്ടനെങ്കിലും സന്തോഷമായിട്ട് ജീവിച്ചൂടെ? ഇതിൽ എൻ്റെ ക്യാരക്ടറിന്റെ പേര് ദേവി എന്നാണ്. ബിജുവേട്ടൻ ചെയ്യുന്ന ഉണ്ണി എന്ന കഥാപാത്രത്തിന്റെ അനീതിയുടെ റോളാണ്. ഇതിൽ എല്ലാവർക്കും അറിയാം, പോസ്റ്റേഴ്സിലൂടെ മറ്റും കണ്ടതാണ് കാഞ്ചനാമുമ്മ. ഇതിലെ മുത്തശ്ശി. എനിക്കൊരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിട്ടില്ല, പക്ഷെ ആ മുത്തശ്ശിയുടെ കൊച്ചുമോളായിട്ടാണ് എനിക്കിതിൽ കിട്ടിയ വേഷം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ദേവി എന്ന ഒരു കഥാപാത്രം ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ അത്തരം പഴയ ഒരു സാഹചര്യത്തിൽ പോയിട്ടൊരു റോൾ, അതും ഇത്രയും നല്ലൊരു പ്രൊമിനന്റ് റോൾ ചെയ്യാൻ സാധിച്ചതിൽ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു കൈമൽ സാർ. പിന്നെ ഇതിൽ ഉണ്ണി എന്ന കഥാപാത്രം ചെയ്ത ബിജുവേട്ടൻ, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം ചെയ്തിരിക്കുന്ന ഉണ്ണി പ്രയാഗ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. അപ്പോൾ പ്രയാഗിനും മുത്തശ്ശിക്കും ഇടയിലുള്ള കുറെ കൗതുകമേറിയ നിമിഷങ്ങളും ഒരുപാട് സെന്റിമെന്റൽ എന്താ പറയുക, അത് സെന്റിമെന്റൽ അങ്ങനെ എടുത്തെടുത്ത് പറയാൻ പറ്റുന്ന വികാരങ്ങളല്ല. നമുക്ക് ലൈഫിൽ നമുക്ക് തോന്നിയിട്ടുള്ള, നമുക്ക് ഉണ്ടായിട്ടുള്ള, റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഫീലിങ്സ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് ഓലപ്പിപ്പി. അപ്പോൾ ഇതൊരു മുത്തശ്ശിയുടെയും കൊച്ചുമോന്റെയും ഇടയിലുണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങളും പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന അടുത്ത കാലഘട്ടത്തിൽ അവരൊക്കെ ഞങ്ങളായി മാറുമ്പോൾ ഉള്ള ഞങ്ങളുടെ ഇടയിലുള്ള ഓരോ ഫീലിങ്സും എല്ലാം വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് കൈമൽ സാർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മുത്തശ്ശി എന്നെ പഠിപ്പിച്ച് വലിയ ഡോക്ടറാക്കോ? പിന്നെന്താ? അപ്പൊ എനിക്ക് വിമാനത്തിൽ കയറാൻ പറ്റുമോ? ഞാൻ മുത്തശ്ശിയെ കൊണ്ടുപോവാ. ആക്ച്വലി ഓലപ്പിപ്പി എന്ന് പറയുന്ന സിനിമ ഇത് എനിക്ക് ഷുവറായിട്ടും പറയാൻ പറ്റും. ആരും കരയാതെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങില്ല. ബിക്കോസ് കരയാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇമോഷണലി കരയാന്നല്ല, നമ്മൾക്ക് നമ്മൾ അവരിൽ ഒരാളായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരായിരുന്നുവെങ്കിൽ എന്ന് തോന്നുന്ന ഒരു സിമ്പത്തറ്റിക് ഫീലിംഗോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ പറയാം. കാരണം എല്ലാവരും ഈ ഫിലിം കണ്ടവരെല്ലാവരും കണ്ണു നിറയും എന്നുള്ളതിൽ വിശ്വാസമുണ്ട്. കാരണം ഒരുപാട് പേര് കണ്ടിട്ട് വിളിച്ചു പറഞ്ഞൊരു കാര്യം, മെയിൻ കോമൺ കാര്യം ഇതായിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഫീൽ ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയി. എന്തിനാ ഇങ്ങനെയൊക്കെ എന്താ പറയാ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കോൾസ് ഉണ്ടായിരുന്നു, റിവ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു പടം കാണുന്ന എല്ലാവർക്കും 100% ഇഷ്ടപ്പെടും. ഓലപ്പിപ്പി എന്ന് പറയുന്ന സിനിമ ടൈറ്റിൽ പോലെ തന്നെ പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന സിനിമ തന്നെയാണ്. പൈസ ചോദിച്ചു ഇവിടെ വരരുത് നിന്നോട് പറഞ്ഞിട്ടില്ലേ? പോടാ. പട്ടിണിയാണേലും എന്റെ ഉണ്ണി മോഷ്ടിക്ക് കള്ളം പറയേ ചെയ്യില്ല. ആക്ച്വലി ഇത് കൈമൽ സാറിന്റെ തിരുവല്ല എന്ന് പറയുന്ന നാട്ടില്, അവിടുത്തെ കൈമൽ സാറിന്റെ വീടിന്റെ പരിസരത്ത് ഷൂട്ട് ചെയ്ത ഒരു മൂവിയാണ് ഓലപ്പിപ്പി. അപ്പൊ കൈമൽ സാറിന്റെ ബന്ധുക്കളെയും അമ്മയും അങ്ങനെ ഒരുപാട് പേരെ കാണാൻ ഉണ്ടായ സാഹചര്യത്തിൽ കൈമൽ സാറിനെ തന്നെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വന്നതാണോ അറിയില്ല. എൻ്റെ അടുത്ത് കൈമൽ സാർ പറഞ്ഞു, ഈ ഉണ്ണി എന്ന് പറയുന്ന കഥാപാത്രത്തിൽ ഒരുവിധം ശതമാനം എൻ്റെ ജീവിതവും ഉണ്ട് അഞ്ജലി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സാറിനെ വാച്ച് ചെയ്യാൻ തുടങ്ങി. പിന്നീടുള്ള ദിവസങ്ങൾ സാറും സാറിന്റെ ഫാമിലിയുമായിട്ടുള്ള പിന്നീടുള്ള, നമുക്കറിയാലോ ഇപ്പം ഉണ്ണി വലുതാവുമ്പോൾ അല്ലെങ്കിൽ ദേവി വലുതായി വരുമ്പം ഞങ്ങളുടെ ഇടയിൽ ഞാനും ബിജുവേട്ടനും ചെയ്തു പോയ രംഗങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ചുമ്മാ കൈമൽ സാറിനൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്യും. കൈമൽ സാറ് അങ്ങനെ പോയിട്ട് തിരിച്ചു വന്ന ഒരാളാണെങ്കിൽ കൈമൽ സാറും ഫാമിലിയും തമ്മിലുള്ള ഒരു എങ്ങനെയാണ് കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്യുന്നത്. പക്ഷെ ശരിക്കും എൻജോയ് ചെയ്യായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇതിലെ ഓരോ മെമ്മറബിൾ ആയിട്ടുള്ള സീക്വൻസസ് എന്ന് പറയുന്നത് ആ തറവാട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഓരോ ക്യാരക്ടേഴ്സും അവർക്ക് തന്നെ ഓരോ കഥകൾ ഇതിനകത്ത് പറയാനുണ്ടായിരുന്നു. ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഈ സിനിമ കാണുമ്പം എൻ്റെ കുട്ടിക്കാലം ഓർക്കാനും, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇപ്പോഴും മുത്തശ്ശിയുമായിട്ടുള്ള ഓരോ കോൺവെർസേഷൻ, അന്നത്തെ ഞാൻ ജനിച്ച സമയത്തുള്ള ഓരോ കഥകളും, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റിൽ മുത്തശ്ശി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും. ഇപ്പോഴത്തെ മുത്തശ്ശിമാർ ട്രെൻഡി ആവുകയാണല്ലോ. ഒരുപാട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ കാര്യങ്ങളിലേക്ക് അവരിൽ ഒരാളാവാൻ ശ്രമിക്കുകയാണ്.
പക്ഷെ ഓലപ്പിപ്പി എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അയ്യോ ഇങ്ങനത്തെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനത്തെ ഒരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനത്തെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഒരു ഫീലിങ്സ് ഷുവർ ആയിട്ടും ഉണ്ടാവും. മൂവിയിലെ ഓരോ എന്താ പറയുക ഷോട്ട് എടുത്ത ഓരോ സിറ്റുവേഷൻസ് ആണെങ്കിലും സ്ഥലങ്ങളാണെങ്കിലും ഒന്നും ഈ പറഞ്ഞ പോലെ ഇന്നോവേറ്റ് ചെയ്തിട്ടില്ല, ഒന്നും അവിടെ സൃഷ്ടിക്കേണ്ടി വന്നിട്ടില്ല. എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ പോയി നമ്മൾ കുറച്ച് ക്യാരക്ടേഴ്സ് പോയി നിന്ന് കൊടുക്കുക, കമൽ സാർ പറഞ്ഞ പോലെ അഭിനയിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും പഴക്കം നിറഞ്ഞ ഒരു വിഷ്വൽസും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സും ഫീലിങ്സും. നമ്മൾ ദേവി എന്ന് പറയുന്ന ക്യാരക്ടർ പേര് പോലെ തന്നെ ഭയങ്കര ഒരു ഒതുക്കമുള്ള, സംസാരിക്കുമ്പോൾ പോലും ഒന്ന് തല ഉയർത്തി സംസാരിക്കാനായിട്ട് മടിയുള്ള ചേട്ടനെ കാണുമ്പം തല കുനിഞ്ഞ് സംസാരിക്കുക അല്ലെങ്കിൽ ശബ്ദമുയർത്തി സംസാരിക്കാതെ അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ദൈവാനുഗ്രഹമാണെന്ന് തന്നെ പറയാം. ഒരുപാട് ദൈവാനുഗ്രഹം സംഭവിച്ചൊരു ലൊക്കേഷനും കൂടിയായിരുന്നു എനിക്ക് പേഴ്സണലി ഓലപ്പിപ്പി. സോ എനിവേ ഐ എം റിയലി എക്സൈറ്റഡ്. ആ ഒരു മൊമെന്റിൽ ഇപ്പോൾ ഓലപ്പിപ്പിയുടെ റിലീസിൽ നിൽക്കുമ്പം, ആ ഒരു എക്സൈറ്റ്മെന്റോട് കൂടി നിൽക്കുമ്പം എനിക്ക് തിരിച്ച് ആ നാടും പരിസരവും അവിടെ ദേവിയാവാൻ കുറച്ചു കാലം കൂടെ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിപ്പോയി. ഷൂട്ട് പെട്ടെന്ന് തീർന്നു പോയി, അതാണ് വിഷമം. അതാ ഞാൻ പറയുന്നത്, ഒന്നും നമുക്ക് ചില സ്ഥലത്ത് നമ്മൾ ചില സെറ്റിൽ പോകുമ്പോൾ നമുക്ക് ചില സ്ഥലമെങ്കിലും നമുക്ക് അയ്യോ ഇതിനൊരു പഴക്കം ഫീലിംഗ് കൊടുക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ ആ ഡയറക്ടർ ബാബുചേട്ടൻ കുറെ പണിപ്പെടണം. പക്ഷെ ഇതൊന്നും വേണ്ടി വന്നില്ല, എല്ലാം അവിടെ ഉണ്ട്. എല്ലാ രീതിയിലുള്ള എന്താ പറയാ റൂമുകളാണെങ്കിലും കിച്ചൺ ആണെങ്കിലും അല്ലെങ്കിൽ പോകുന്ന ഔട്ട്ഡോർ സ്ഥലങ്ങളാണെങ്കിലും നമ്മൾ പോയി ജസ്റ്റ് നിൽക്കുക. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു കോസ്റ്റ്യൂം സെറ്റും ഉണ്ടാക്കിയായിരുന്നു. അതൊക്കെ എനിക്ക് ഇതിനകത്ത് ദേവിയിലൂടെ എനിക്ക് എൻ്റെ പല ആഗ്രഹങ്ങളും എനിക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഇതില് ഒരുപാട് ക്യാരക്ടേഴ്സ്, ജബ്ബാർ എന്ന് പറയുന്ന എൻ്റെ ഭർത്താവ് ക്യാരക്ടർ, പുള്ളിയൊക്കെ ശരിക്കും ഇതിൽ ജീവിക്കുകയായിരുന്നു. ഞങ്ങളൊക്കെ ശരിക്കും എങ്ങനെ പുള്ളി ഇതിൽ എങ്ങനെയായിരിക്കും പുള്ളി വർക്ക്ഔട്ട് ചെയ്യാന്നൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ബിക്കോസ് ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു. പക്ഷെ എല്ലാവരും ഇതിൽ ജീവിക്കുകയായിരുന്നു. എല്ലാവരും ഞങ്ങളുടെ ഒരു സീൻ തന്നെ ജബ്ബാറാട്ടം ചെയ്തു പോയൊരു സീൻ തന്നെ കയ്യടിയൊക്കെ ഉണ്ടായിരുന്നു സെറ്റില്. എല്ലാരും അതിന്റെ രീതിയിൽ എൻജോയ് ചെയ്തിട്ട് ആരും ഒരു ഷൂട്ടിംഗ് ഇതിന് വേണ്ടി വന്നതാണെന്നൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. എല്ലാരും പോയി അപ്പുറത്തെ നമ്മള് സാധാരണ സിനിമയിലും അമ്പലത്തിന്റെ ഇതാണ് കോസ്റ്റ്യൂം എന്നൊക്കെ പറയും, അമ്പലമാണല്ലേ. എന്നിട്ട് നമ്മളേതോ വീട്ടിൽ പോയി സെറ്റ് കൊണ്ടൊക്കെ കൊടുത്തു വരുന്ന പോലെ ചുമ്മാ എല്ലാരും കൂടെ സംസാരിച്ച് ഒരുമിച്ച് അമ്പല നടയിലേക്ക് നടന്നു പോണു, ആ പറമ്പിലൂടെ നടന്നു വരുന്നു, കുട്ടികൾ അവിടെ എവിടെയൊക്കെ ഓടിക്കളിക്കുന്നു, നമ്മള് കുശലും അതൊക്കെ പറഞ്ഞ് ആൽമരത്തില് ഉണ്ണിയേട്ടനും എന്റെ ഭർത്താവും അങ്ങനെ എല്ലാവരും ഇരിക്കണു. അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോയിട്ട് ഞങ്ങൾ വീട്ടിൽ പോകാട്ടോ, നിങ്ങൾ എപ്പോഴാച്ചാൽ വന്നോളൂ. ശരിക്കും എന്താ പറയുക, ഒരു അവിടെ ഇപ്പോഴും അവരൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക്. ഒരു ദേവി ഉണ്ട് അവിടെ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് ഇതുവരെ ഒന്നും വിട്ടുപോരാൻ പറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും ഓലപ്പിപ്പി എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി കാണുക. കാരണം നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ, നിങ്ങൾ മറന്നുപോയ പല മൊമെന്റ്സും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരുപാട് ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക്, ജനറേഷൻസിന് പഴമയിലേക്ക് സഞ്ചരിക്കാൻ പറ്റിയൊരു സിനിമ കൂടിയാണ് ഓലപ്പിപ്പി. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് മിസ് ചെയ്യാതെ പോയി കാണുക. ഞങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.